വെൽക്കം ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ഇന്ത്യൻ നഴ്സിംഗ് അക്കാദമി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കർണാടകയിൽ തന്നെ ഒരു ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് പരിചയപ്പെടുത്താനാണ്. കോളേജിന്റെ പേര് KLE ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നഴ്സിംഗ് സയൻസ്, ബെലഗാവി. ഇവിടെ വരുന്ന കോഴ്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെഡിക്കൽ, ഡെന്റൽ, പാരാമെഡിക്കൽ, നഴ്സിംഗ്, അലൈഡ് സയൻസ് കോഴ്സുകൾ, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. ഈ ഒരു ക്യാമ്പസിന്റെ ലൊക്കേഷൻ വരുന്നത് കർണാടകയിലെ ബെലഗാവി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 100 വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ സൊസൈറ്റിയാണ് നമ്മുടെ KLE. അതോടൊപ്പമാണ് നമ്മുടെ നഴ്സിംഗ് കോളേജുകളും വരുന്നുള്ളത്. കർണാടകയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോസ്പിറ്റലാണ് ഡോക്ടർ പ്രഭാകർ കോർ ഹോസ്പിറ്റൽ. ഇത് വരുന്നത് നമ്മുടെ നഴ്സിംഗ് കോമ്പൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നഴ്സിംഗ് ആൻഡ് മറ്റു കോഴ്സുകളുടെ പോസ്റ്റിംഗ് എല്ലാം വരുന്നത് സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ കർണാടകയാണ്. അതുപോലെ തന്നെ 2000+ ബെഡ് കപ്പാസിറ്റി വരുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. 1000+ പേഷ്യൻസ് ഡെയിലി ഇൻട്രാക്ഷൻ വരുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി കോളേജ് ബസ് വരുന്നുണ്ട്. പിന്നെ ബസ് സ്റ്റോപ്പ് നിയർ ബൈ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ 5 കിലോമീറ്റേഴ്സും എയർപോർട്ടിലേക്കാണെങ്കിൽ 15 കിലോമീറ്റേഴ്സുമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ നഴ്സിംഗ് ബിൽഡിംഗ് വരുന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസോട്ട് പോകാം. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ മറ്റുള്ള കോളേജസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഒന്നുമില്ല, ഈ പില്ലേഴ്സ് തന്നെയാണ്. എല്ലാ പില്ലേഴ്സിൻ്റെ മുകളിലും സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ലൈബ്രറി വരുന്നുള്ളത്. ഈ ലൈബ്രറി 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി, പിന്നെ UG, PG എന്നുള്ള 3 സെക്ഷൻ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏകദേശം 30,000+ ബുക്സ് വരുന്നൊരു ലൈബ്രറി കൂടിയാണിത്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ലാബ് വരുന്നുള്ളത്. ഇവിടെ നിന്നാണ് ഓരോ സ്റ്റുഡൻസും കമ്മ്യൂണിറ്റി കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുള്ളത്. ഓരോ ഏരിയ ആയിട്ട്, അർബൻ, റൂറൽ, വില്ലേജ് എന്നുള്ള ഓരോ ഏരിയ ആയിട്ട് തിരിച്ച് തന്നെ അവർ എക്സാമിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാം സ്റ്റുഡൻസ് തന്നെയാണ് ഉണ്ടാക്കിയത്. സ്റ്റുഡൻസ് തന്നെ ഇവരുടെ രീതിയിൽ പുറത്ത് പോയിട്ട് പപ്പറ്റ് ഷോ വഴി ഹെൽത്ത് എഡ്യൂക്കേഷൻ വില്ലേജസിന് കൊടുക്കാറുണ്ട്. ഇത്തരത്തിലൊരു ലാബ് സ്റ്റുഡൻസിന് വളരെ രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഇതാണ് ഇവിടുത്തെ പീഡിയാട്രിക് ലാബ് വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു വാർഡും ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഈ ഒരു ലാബിൽ കൊടുത്തിരിക്കുന്ന ഡമ്മീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊസീജിയറും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡമ്മീസാണ്. ഒരു കംപ്ലീറ്റ് പീഡിയാട്രിക് സെറ്റപ്പാണ് ഇവർ ഈ ലാബിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ്. ഇവിടെ നിന്നാണ് ബേസിക് പ്രൊസീജിയേഴ്സ് മൊത്തം ഒരു നഴ്സ് പഠിക്കുന്നുള്ളത്. Whether I am doing correct or not, whether I am doing speed, less speed, everything we can monitor, yes, right? Everything we can manage. പ്രാക്ടിക്കൽ സെക്ഷനോട്ട് കിടക്കുന്നതിന് മുന്നേ സ്റ്റുഡൻസ് IV എടുക്കാനും ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. How they put injection, like same like human beings. ഇപ്പോൾ ഇവിടെ ലൈവായിട്ടൊരു ക്ലാസ് നടക്കുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ഇനി അഥവാ ഒരു സ്റ്റുഡൻറ്റിന് ക്ലാസ് മിസ്സാവുക അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെ പിന്നെയും നമുക്ക് ക്ലാസ് കേൾക്കണം തോന്നുമ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് ആപ്പ് ത്രൂ അവൈലബിൾ ആണ്. വേറെ ഒരു ക്യാമ്പസിലും നമ്മൾ കണ്ടില്ല ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഇന്റേണൽസും ഫൈനൽസും എഴുതുന്നത് ഈ ഒരു iPad ത്രൂ ആണ്. അതായത് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് പേപ്പർലെസ് എക്സാം ആണ്. This is an iPad where our students will be writing an exam even from internal and final. So there is no paper and pen. You can see that this is a pen where like you can just hold it and you can scroll it down. So the questions will be there. Yeah. Okay. So they have to tick the MCQs. Then later on they will be given a space to write the answers. ഇതാണ് ഇവിടുത്തെ എക്സാം ഹാൾ. ഇവിടെ വെച്ചാണ് അവർ iPadൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ സെമിനാർ ഹാൾ. ഓറിയന്റേഷൻ ക്ലാസ്സസും പാരന്റ്സ് മീറ്റിംഗും എല്ലാം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഇതാണ് ഈ ഒരു ബിൽഡിങ്ങിലെ OBG ലാബ്. ഇതാണ് അഡ്വാൻസ്ഡ് നഴ്സിംഗ് ലാബ്. ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് പേഷ്യൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ എല്ലാ പ്രൊസീജിയറും ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. Yes, and on that we can perform catheterization. ആ ഒരു ലാബിൻ്റെ തൊട്ടടുത്ത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡമ്മി ലേബർ റൂം ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് മലയാളി സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഹായ്, എന്താ പേര്? ജെറിൻ. എവിടെ സ്ഥലം? നാട് എറണാകുളം. ഇവിടെ ഏതാ ഇയർ?
ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ? നല്ല രീതിയിലാണ് പോകുന്നത്. നമുക്ക് ആവശ്യമായ നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇവിടെ നമുക്ക് പല സ്ഥലത്തു നിന്നുണ്ട്. പഞ്ചാബിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ അതുപോലെ മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, ഇവിടുന്ന് പല സ്ഥലത്തു നിന്നും കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എല്ലാവരോടും എൻഗേജ് ചെയ്തിട്ട് പല പല ഭാഷകൾ നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി പോസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ടായോ? ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ഫസ്റ്റ് ഇയർ ഒരു 2 months കഴിയുമ്പോൾ തൊട്ട് നമുക്ക് രാവിലെ 8 to 1 മണി വരെയാണ് നമ്മുടെ ഇവിടെ പോസ്റ്റിങ്സ് നമുക്കുള്ളത്. അതിനുശേഷം 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം 2 മുതൽ 5 മണി വരെ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ് ഉണ്ടാവും. 3 ക്ലാസ്സുകളായിരിക്കും ഓരോ ദിവസം ഉണ്ടാവുക. ഹായ്, എന്താ പേര്? എൻ്റെ പേര് നൈസ് മാത്യു. എവിടെ സ്ഥലം? എവിടെ? കോട്ടയം. ഇവിടെ ഏതാ ഇയർ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ ആയല്ലോ, ഫസ്റ്റ് സെം ആണോ? ഫസ്റ്റ് സെം കഴിഞ്ഞു. ഓക്കെ. ഇവിടെ ഇപ്പോൾ ന്യൂലി വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ന്യൂലി വന്നിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർമാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. പിന്നെ ടീച്ചർമാർക്ക് പകുതി പേർക്കും ഇവർ കന്നഡക്കാരാണെങ്കിലും ഇവർക്ക് മലയാളം അറിയാം. അപ്പം ഞങ്ങൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. 6 മാസത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഓക്കെയാണ്, എല്ലാം ഓക്കെ. ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്ലിനിക്കൽ സൈഡ് എല്ലാം നല്ലതാണ്. ഞങ്ങൾ ആദ്യമേ ഞങ്ങൾക്ക് നേഴ്സിംഗ് ഫൗണ്ടേഷനാണ് ആദ്യമേ മെയിനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മളെ കുറേ ഫണ്ടമെൻ്റൽ കാര്യം പഠിപ്പിക്കും. കാരണം ഇവിടെ 3 മാസം കഴിയുമ്പോൾ തൊട്ടേ ക്ലിനിക്കിൽ തുടങ്ങും. ബാക്കി ഹോസ്പിറ്റൽ പോലെയല്ല, എല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. 3 മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മളെ ക്ലിനിക്കിൽ വിടാൻ തുടങ്ങും. അപ്പോൾ ബെഡ് മേക്കിംഗ് അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് പക്കയായിട്ട് അറിയണം. അപ്പോൾ പല ടീച്ചർമാരെ വന്നതിന് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ട് നമുക്ക് നല്ലപോലെ അറിയാം അതൊക്കെ. പിന്നെ ഇവിടുത്തെ ബ്രദർമാരുണ്ട്, അവരിപ്പം നമ്മുടെ സിലബസിലാത്ത കാര്യമാണെങ്കിലും ഇവർ പറഞ്ഞു തരും നല്ലപോലെ. ഇപ്പോൾ ക്യാൻഡിൽ ഇടുന്ന കാര്യമാണെങ്കിലും ഇതൊന്നും സിലബസ് ഇപ്പം ഇല്ല, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ട്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ലാബ് ഉണ്ടല്ലേ? ലാബ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നേഴ്സിംഗ് ഫൗണ്ടേഷൻ, പിന്നെ സ്കിൽ ലാബ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് സെം ആകുമ്പോൾ തുടങ്ങും. അതെന്ന് പറയുമ്പോഴത്തേക്കും അത് ഡമ്മിയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം നേഴ്സിംഗ് അസസ്മെൻറ്റ് അതിനകത്ത് പല സ്റ്റെപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡമ്മി അതിൻ്റെ സൗണ്ട് കേൾപ്പിക്കും. ഇപ്പം ഡിഫറെൻറ്റ് എന്താ പറയുന്നത്, ഹാർട്ട് കണ്ടീഷനിൽ ഹാർട്ടിൻ്റെ ബീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സൗണ്ടൊക്കെ ആ ഡമ്മി നമ്മളെ കേൾപ്പിക്കും. പിന്നെ CPR ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് ഡമ്മിയും. ഹായ്, എന്താ പേരെന്താ? എയ്ബൽ. എവിടെ? നാട്ടിലെവിടെയാണ്? ഞാൻ ഇടുക്കി. ഏതാ ഇവിടെ ഇയർ? ഞാൻ സെക്കൻഡ് ഇയർ. ഇനി ഇവിടുത്തെ നോൺ അക്കാദമിക്സ് എങ്ങനെയുണ്ട്? സ്പോർട്സ് ഡേ ഒക്കെ ഉണ്ട്, പിന്നെ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്, പിന്നെ സ്റ്റുഡൻസിന് വേണമെങ്കിൽ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിമ്മുണ്ട് സ്റ്റുഡൻസിന് തന്നെ. പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, അതായത് ഡിസ്ട്രിക്ട് ഗ്രൗണ്ട് തന്നെയാണ് ഇവിടുത്തെ. ഹായ്, എന്താ പേര്? ഏഞ്ചൽ. എവിടെ? നാട്ടിലെവിടെയാണ്? കോട്ടയം. ഇവിടെ സെക്കൻഡ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ ആണല്ലേ. ഹോസ്റ്റലും കാര്യങ്ങളും ഗേൾസിൻ്റെ സേഫ്റ്റി ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ഞങ്ങൾ ആക്ച്വലി PMBയിലാണ്. ഹോസ്റ്റൽ ലൈക്ക് നമ്മൾ കൊടുക്കുന്ന ഫീസിനാണെങ്കിലും നല്ല വർത്തായിട്ടുള്ള ഹോസ്റ്റലാണ്. ഹോസ്റ്റലിനകത്താണെങ്കിലും വൃത്തിയാണെങ്കിലും അവർ ഡെയിലി വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ടൈം നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടത്ര ഫ്രീഡം എല്ലാം ഉണ്ട്. പിന്നെ ഇൻ ടൈം ഉണ്ട് നമുക്ക്, ലൈക്ക് 7 മണി വരെയാണ് ഇപ്പോൾ നമുക്ക് ഇൻ ടൈം ഉള്ളത്. അത്യാവശ്യം സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ പഠിക്കാനായിട്ടാണെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ സ്റ്റഡി റൂം ഉണ്ട്. ലൈക്ക് റൂംസ് ആണെങ്കിലും 4 ഷെയറിങ് 3 ഷെയറിങ്ങും ഉള്ളത്. ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫുഡാണെങ്കിലും നല്ല ഫുഡാണ്. ആഴ്ച 2 ദിവസം നോൺ വെജ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് വരുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഇവിടെ ഉണ്ടാവും? സെപ്പറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹെൽത്ത് കാർഡ് ഫെസിലിറ്റി ഉണ്ട്. ഹെൽത്ത് കാർഡ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആൾ അതായത് നഴ്സിംഗ് സ്റ്റുഡൻറ്റ് അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇത്ര എമൗണ്ട് അടയ്ക്കാതിരിക്കാം, നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല എമൗണ്ട് ആയിരിക്കുമെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഹെൽത്ത് കാർഡ് ഇവിടെ യൂസ് ചെയ്തത്. ഹെൽത്ത് കാർഡ് യൂസ് ചെയ്തപ്പോൾ അവന് ഒരു 500 രൂപ താഴെ ബില്ല് വന്നോളൂ. അവനൊരു ഒരാഴ്ചയോളം തന്നെ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഈ ഒരു ക്യാമ്പസ് ഏകദേശം 100 ഏക്കറിന് മുകളിലാണ് വരുന്നത്. ഈവൻ ഇവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് വരെ വരുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും അത് ഓഡിറ്റോറിയം ആണെങ്കിലും ലാബ് ആണെങ്കിലും എല്ലാവരും അഡ്വാൻസ് ലെവലിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്.
സോ അതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിന് ക്യാമ്പസ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ക്യാമ്പസ് ലൈഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു KLE ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു എപ്പിസോഡിൻ്റെ വിശേഷം ഇത്രയൊക്കെയാണ്. ഇങ്ങനെ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് നഴ്സിംഗ് കോളേജസ് നിങ്ങളെ ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അഡ്മിഷൻസിന് വേണ്ടിയിട്ടും ഈ ഒരു ക്യാമ്പസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും കോൺടാക്ട് us. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.